Hello guys, I am Admin and welcome back to my channel Superness. നമ്മളാണ് സൂപ്പർനെസ് സൂപ്പർ ഹീറോസ്. സൂപ്പർനെസ് എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയ മാർവൽ ടോറിലേക്ക് എല്ലാ സൂപ്പർ ഹീറോ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ്, അങ്ങനെ തണ്ടർ ബോൾസിൻ്റെ പുതിയൊരു ട്രെയിലർ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. സോ ഈ ഒരു സംഭവം ഞാൻ ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ്, ചെയ്യാൻ എനിക്കൊരു മൂഡില്ലായിരുന്നു ഗൈസ് ഈ ഒരു ട്രെയിലർ ബ്രേക്ക് ഡൗൺ. ഞാൻ എന്താ പറയുക, ക്യാപ്റ്റൻ അമേരിക്കയിലെ തിങ്സ് ടു റിമെമ്പർ ബിഫോർ വാച്ചിങ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മളൊരു സബ്സ്ക്രൈബർ ബ്രോ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഒരുപാട്, അതായത് തണ്ടർ ബോൾസിൻ്റെ പുതിയ ട്രെയിലർ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാമോ ബ്രോ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് ഒരു ബ്രേക്ക് ഡൗണിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെല്ലേക്ക് കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, ഈ ട്രെയിലർ തുടങ്ങുന്നത് തന്നെ നമ്മൾ വാലന്റീനെ കണ്ടുകൊണ്ടാണ്. വാലന്റീന ഒരു മീറ്റിങ്ങിലാണ്, അതായത് US ഒഫീഷ്യൽസുമായിട്ടുള്ളൊരു മീറ്റിങ്ങിലാണ്. അവിടെ വെച്ചിട്ടായിട്ട് വാലന്റീന പറയുന്നുണ്ട്, നമുക്ക് സത്യങ്ങൾ തുറന്ന് പറയാം, അതായത് അവഞ്ചേഴ്സ് തിരിച്ചു വരില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പുള്ളിക്കാരി പറയുന്നത്. കാരണം നമുക്കറിയാം, ഓഫ്കോഴ്സ് ഇപ്പോൾ ഉള്ള MCUവിൽ അവഞ്ചേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ അവഞ്ചേഴ്സിനെ കാണുന്നില്ല. കാരണം അവഞ്ചേഴ്സിൻ്റെ മെമ്പേഴ്സൊക്കെ അവിടെയൊക്കെ ഉണ്ട്, പക്ഷേ എന്താ പറയുക, അവഞ്ചേഴ്സിനെ മാർവൽ അല്ലെങ്കിൽ MCUവിലോട്ട് ഇപ്പോൾ എന്താ പറയുക കൊണ്ടുവന്നിട്ടില്ല. ഐ മീൻ, ഇപ്പോൾ പ്രസൻറ്റിൽ മാർവലിൽ നമ്മുടെ അവഞ്ചേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതും ചെയ്യാത്തതും കണക്ക് പോലെയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളത് കോമിക്സിലെടുത്ത് നോക്കുകയാണെങ്കിൽ പല അവസരങ്ങളും തന്നെ നമ്മുടെ അവഞ്ചേഴ്സ് ഡിസോൾവ് ആയി പോയി അടി ഉണ്ടാവുകയും അങ്ങനെ പല ഡാർക്ക് അവഞ്ചേഴ്സ് പോലെയുള്ള ടീമുകൾ രൂപീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ കോമിക്സിലെടുത്ത് നോക്കുകയാണെങ്കിൽ. അവിടെ നിന്ന് നമ്മൾ കാണുന്നത് അട്ടർ കെയോസാണ്, ബിൽഡിങ്സൊക്കെ വന്ന് വീഴുന്നതും ആൾക്കാർ ഓടുന്നതൊക്കെയാണ്. സോ ഇതൊക്കെ ചെയ്യുന്നത് വോയിഡ് ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം വോയിഡ് എന്ന് പറയുന്നത് എന്താ പറയുക, സെൻട്രിയുടെ ഒരു ആൾട്ടർ ഈഗോ ആണ്. സോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സെൻട്രിയുടെ ആ ഒരു ഒറിജിൻ വീഡിയോ, കോമിക് ഒറിജിൻ വീഡിയോ ചെയ്യാം. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ വോയിഡാണ് ഈ ഒരു ഇതിൽ വില്ലൻ എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ മൊത്തം ആ ഒരു കെയോസ് നടക്കുന്ന സ്ഥലത്ത് തറയിൽ മൊത്തം ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് എന്തോ പതിക്കുന്നുണ്ട്. അത് എന്താ പറയുക, ഒരു ഡാർക്ക് എൻറ്റിറ്റിയുടെ ഒരു സംഭവമായിരിക്കും, വോയിഡിൻ്റെ എന്തെങ്കിലും ഒരു സംഭവമാവണം. അതിനെക്കുറിച്ച് നമുക്ക് എന്താ പറയുക ഡീറ്റെയിൽ സ്റ്റഡി ചെയ്തിട്ട് നോക്കാം. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, ജസ്റ്റ് ഒരു ബ്രേക്ക് ഡൗൺ എന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. അത് മാത്രമല്ല, ഈ ഒരു ട്രെയിലറിൽ ബ്രേക്ക് ഡൗൺ ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും മാർവൽ ഒളിപ്പിച്ച് വച്ചിട്ടില്ല. ഞാൻ ഒരുപാട് നോക്കി. എന്താ പറയുക, ഇതൊരു സിമ്പിൾ ട്രെയിലറാണ്. ഇതൊരു എന്താ പറയുക, നമ്മുടെ സൂപ്പർ ബോളിൽ കാണിച്ചതാണ്. അത്രേ ഉള്ളതേ ഉള്ളൂ. ഫൈനൽ ട്രെയിലറിലോട്ട് വരുമ്പോൾ നല്ലതുപോലെ കാണും. അത് നമുക്ക് തീർച്ചയായിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാം. സോ അവിടെ വെച്ചിട്ടായിട്ട് വാലന്റീനയുടെ ആ ഒരു സീനാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ചിട്ടായിട്ട് വാലന്റീന അവരടുത്ത് ചോദിക്കുന്നുണ്ട്, അതായത് ഒഫീഷ്യൽസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമേരിക്ക സേഫ് ആണോ, അല്ലെങ്കിൽ അമേരിക്കൻസിനെ സേഫ് ആക്കാൻ ഒരു സൂപ്പർ ഹീറോ ടീം വേണം. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ കാണുന്നത് അമേരിക്കയുടെ പൊളിറ്റിക്സാണ്. അതായത് ഈ അവഞ്ചേഴ്സ് രക്ഷിച്ചിരുന്നത് അമേരിക്കയെ മാത്രമാണ്. ഒരുപാട് മീം നമ്മൾ കണ്ടിട്ടുണ്ട്, അവഞ്ചേഴ്സ് ലോകത്തിനെ ഒന്നും രക്ഷിക്കില്ല, പക്ഷേ അവഞ്ചേഴ്സ് രക്ഷിക്കുന്നത് അമേരിക്കയെ മാത്രമാണ് എന്നുള്ള മീമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അമേരിക്ക എന്നുള്ളൊരു സുപ്രമസിയാണ് നമ്മൾ അവിടെ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ബക്കിയാണ്. ബക്കി അവിടെ ആ മീറ്റിങ്ങിൽ പ്രസൻ്റാണ്. അവിടെ വെച്ചിട്ടായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ വാലന്റീന സംസാരിക്കുന്നത് തണ്ടർ ബോൾസ് എന്ന് പറയുന്ന ഇവരെയൊക്കെ വെച്ചൊരു ടീമിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാലന്റീന അവിടെ സംസാരിക്കുന്നത്. പിന്നെ നമ്മൾ മാർവൽ സ്റ്റുഡിയോസിൻ്റെ ലോഗോ കാണുന്നു, അത് യെല്ലോ കളറിലാണ് നമ്മൾ കാണുന്നത്. ഓഫ്കോഴ്സ് ഈ ഒരു തണ്ടർ ബോൾസിൻ്റെ ആ ഒരു ലോഗമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ കണ്ടത്. സോ ബക്കിയാണ് നമ്മൾ കാണുന്നുണ്ട്. ബക്കി പറയുന്നുണ്ട്, ഈ ലോകത്തൊരു ത്രെറ്റ് ഉണ്ടെന്ന് പറയുന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വോയിഡിൻ്റെ കുറച്ച് സീൻസൊക്കെ കാണുന്നുണ്ട്. ഇതൊന്നും വളരെ എന്താ പറയുക ഷോർട്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് എന്താ പറയുക അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയാനൊന്നുമില്ല. പിന്നെ നമ്മൾ ബക്കി ആ ഒരു ടീമിനെ മൊത്തം ക്യാപ്ചർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് എലേന, റെഡ് ഗാർഡിയൻ, പിന്നെ നമ്മുടെ ഗോസ്റ്റ്, ജോൺ വാക്കറിനെയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു
ടീമിൻ്റെ ലീഡർ ആവാൻ പോകുന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ബക്കി ആവണം എന്നാണ്. കാരണം അങ്ങനെയാണ് ആ ഒരു പോക്ക് കണ്ടിട്ട് തോന്നുന്നത്. അപ്പം യെലേനയുടെ ഒരു സീനാണ് നമ്മൾ അടുത്തായിട്ട് കാണുന്നത്. യെലേന പറയുന്നുണ്ട് നമുക്ക് ആർക്കും പറക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബിൽഡിങ്ങിൽ നിന്ന് എടുത്ത് ചാടുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു സീനിൽ വന്ന് സെൻട്രി നമ്മുടെ യെലേനയെ സഹായിച്ചേക്കും, ഐ മീൻ രക്ഷപ്പെടുത്തിയേക്കും. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ യെലേന ഒരാളെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു സീനായിട്ട് നമുക്ക് കാണാം ജോൺ വാക്കറാണ്. അപ്പോൾ യെലേന എടുത്ത് പറയുന്നുണ്ട് ഞാനാണ് ജോണാണ്. അപ്പം യെലേന പറയുന്നുണ്ട് നീ എവിടെ പോയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ യെലേന പറയുന്നുണ്ട് നമ്മൾ യെലേന തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ പാസ്റ്റിനെ നമുക്ക് വിട്ടറിയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ബിൽഡിംഗ് കത്തിയിരിക്കുന്നത്. സോ ബിൽഡിംഗ് കത്തിയിരിക്കുന്നത് തണ്ടർ ബോൾട്സ് ആണോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ആവാം, പക്ഷേ അത് ചെയ്യുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണോ അത് എന്തെങ്കിലും ദുരുദ്ദേശത്തിനാണോ എന്ന് നമുക്കറിയില്ല. പിന്നെ നമ്മളൊരു ലാബാണ് കാണുന്നത്. അവിടെ യെലേനെ നമ്മൾ കാണുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ആ ഒരു ആരോ കാണിച്ചിരിക്കുന്ന സ്ഥലത്ത് ഗോൾഡൻ സെൻട്രി സെറം നമ്മൾ കാണുന്നുണ്ട്. അത് സൂപ്പർ സോൾജർ സെറം പോലത്തെ ഒരു സംഭവമാണ്. നമ്മുടെ സെൻട്രിക്ക് പവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണത്. അതിനെക്കുറിച്ച് നമുക്ക് സെൻട്രിയുടെ ഒറിജിൻ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ കെയോസ് ആണ് നമ്മൾ കാണുന്നത്. കെയോസ് എന്ന് ഞാൻ പറയുന്നുണ്ട് വേറെ ഒന്നും വിചാരിക്കുന്നത്, ഐ മീൻ ഭയങ്കര ബഹളവും പ്രശ്നങ്ങളുമാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ സെൻട്രിയുടെ ഒരു ലുക്ക് കാണുന്നു, പക്ഷേ സെൻട്രി ആണോ വോയിഡ് ആണോ എന്ന് നമുക്കറിയത്തില്ല. എന്താ പറയുക, ബക്കിയുടെ ഒരു ആം എടുത്ത് ഇങ്ങനെ എന്താ പറയുക ഈ ഒരു സെൻട്രി എടുത്ത് കളയുന്നുണ്ട്. സോ ഇവിടെ വെച്ചിട്ടായിട്ട് ആ സെൻട്രി ചോദിക്കുന്നുണ്ട്, സെൻട്രി അല്ലെങ്കിൽ അവോയ്ഡ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വലിയ സൂപ്പർ ഹീറോ ടീമാണെന്നാണ് വിചാരം, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ രക്ഷിക്കാനായിരുന്നില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ ലോകത്തെ രക്ഷിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ നെക്സ്റ്റ് സീനായിട്ട് നമ്മൾ കാണുന്നത് വെച്ചാൽ യെലേന എല്ലായിടത്തും പറയുന്നുണ്ട് നമ്മളാരും ഒരു സൂപ്പർ ഹീറോസ് അല്ല, നമുക്കൊരു പവേഴ്സ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അവിടെ റെഡ് ഗാർഡിയൻ കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ ആ മോട്ടിവേഷൻ്റെ ആ വോയിസ് ഓവറിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജോൺ വാക്കർ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫോൺ നോക്കുമ്പം ഫാൾ ഓഫ് എ ഹീറോ എന്ന് പറഞ്ഞ് നമുക്കറിയാം ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജറിൽ ജോൺ ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് വന്ന് അത് ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സോ ആ സംഭവമൊക്കെ ദ ഫാൾ ഓഫ് എ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവരെല്ലാവരും സൂപ്പർ ഹീറോസ് ആവാൻ ശ്രമിക്കുമ്പോഴും അവഞ്ചേഴ്സിനെ മാത്രം കണ്ട് ശീലിച്ച ഇവർക്ക് പെട്ടെന്ന് തണ്ടർ ബോൾട്സ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ ടീം വരുമ്പോൾ അവർക്ക് നല്ലതുപോലെ തന്നെ അവർ ഹെയ്റ്റ് കൊടുക്കുന്നുണ്ടാവും, അതായത് പബ്ലിക് പീപ്പിൾ ഹെയ്റ്റ് കൊടുക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ തണ്ടർ ബോൾട്സിൻ്റെ ആ ഒരു ഇതാണ്, അതായത് എന്താ പറയുക തണ്ടർ ബോൾട്സിൻ്റെ ആ ഒരു ടീമപ്പാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് അവഞ്ചേഴ്സ് ബിൽഡിംഗ് ആണ്, ഫോർമർ അവഞ്ചേഴ്സ് ബിൽഡിംഗ്. സത്യം പറയല്ല വളരെയധികം വിഷമമാണ്, കാരണം നമ്മൾ വി ഗ്രോ അപ്പ് വാച്ചിങ് ദാറ്റ് അവഞ്ചേഴ്സ് ബിൽഡിംഗ്, സ്റ്റാർക്ക് ടവർ അത് കണ്ടാണ് നമ്മൾ വളർന്നത്. സോ ഇവിടെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഫോർമർ അവഞ്ചേഴ്സ് ബിൽഡിംഗ് ഇപ്പോൾ ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാലന്റീനയാണ്. സോ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ അവഞ്ചേഴ്സ് ബിൽഡിങ്ങിൽ ടോണി സ്റ്റാർക്ക് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ഷേപ്പിലാണ് പുള്ളിക്കാരൻ, ഗ്ലാസ് ടെക്സ്ചറിലാണ് നമ്മുടെ ടോണി ഇത് ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പുള്ളിക്കാരി വാലന്റീന എടുത്തതിന് ശേഷം ഇതൊരു ഫുള്ളി മെറ്റൽ സംഭവത്തിലാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മളൊരു ഐക്കോണിക് ആയിട്ടുള്ള ലിഫ്റ്റ് സീൻ ഇവർ എല്ലാവരും ടീം മൊത്തം കാണുന്നു. പിന്നീട് എന്താ പറയുക റെഡ് ഗാർഡിയൻ ഇത്തിരി ഓവറാണ്, അത് സിനിമയിലോട്ട് വരുമ്പോൾ എങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ റെഡ് ഗാർഡിയൻ്റെ കുറച്ച് സ്പീച്ചും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ തണ്ടർ ബോൾട്സിൻ്റെ ഒരു ലോഗോ ടെക്സ്റ്റ് കാണുന്നു. തണ്ടർ ബോൾട്സിൻ്റെ ആ ഒരു ലോഗോയിൽ തന്നെ ഒരു ഈസ്റ്റർ ഉണ്ട്, അതായത് തണ്ടർ ബോൾട്സിൻ്റെ മണ്ടക്കേറ്റ് ഒരു സ്റ്റാർ വരുന്നുണ്ട്. ആ കുറച്ച് സ്റ്റാർ വരുന്നതെന്ന് വെച്ചാൽ തണ്ടർ ബോൾട്സ് ഒരു ടെമ്പററി സൂപ്പർ ഹീറോ ടീം, അതത്ര തട്ടിക്കൂട്ട് ടീം എന്ന് തന്നെ മാർവൽ തന്നെ നമ്മളത് പറയാൻ ഉദ്ദേശിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഏറ്റവും ഈ ട്രെയിലറിൻ്റെ അവസാനം കാണുന്നതെന്ന് വെച്ചാൽ ഒരു കാർ ക്രാഷ് പോലത്തെ സംഭവമാണ്, അതായത് ഇവർ യാത്ര ചെയ്യുന്ന ഒരു കാറ് ഫ്രണ്ടിലോട്ട് മറിയുന്നു. അതെനിക്ക് തോന്നുന്നു ബക്കി ആവണം. എന്താ പറയുക ബക്കി ഒരിക്കലും വില്ലനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ബക്കി ഇവരെയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പോകുന്ന ഇതിന് മുമ്പത്തെ ഈ ട്രെയിലറിന് കുറച്ച് മുമ്പ് നമ്മൾ കണ്ടില്ലേ, ആ ഒരു സീനിന് മുമ്പേ നടക്കുന്ന സിനിമയിൽ മുമ്പേ നടക്കുന്ന ഒരു സീനായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. സോ എന്തൊക്കെ തന്നെയായാലും ഈ ഒരു തണ്ടർ ബോൾട്സ് എന്ന് പറയുന്നൊരു മൂവി എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് തണ്ടർ ബോൾട്സ് എന്ന് പറയുന്നത് മാർവലിൻ്റെ സൂസൈഡ് സ്ക്വാഡാണ്. സോ തണ്ടർ ബോൾട്സിൻ്റെ കോമിക് ഒറിജിൻ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഒരു എന്താ പറയുക വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്താ പറയുക നിങ്ങൾ എൻ്റെ ചാനൽ കയറിയിട്ട് നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്കും കാണാവുന്നതാണ്. ഓഫ്കോഴ്സ് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യിക്കുന്നത്. സോ എന്തൊക്കെ തന്നെയായാലും എന്താ പറയുക തണ്ടർ ബോൾട്സ് ഒരു മെയ് 2-നാണ് ഈ ഒരു
സിനിമ ഇറങ്ങുന്നത്. സോ ഇനി വരാൻ പോകുന്ന ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡാണ്. അത് കഴിഞ്ഞിട്ട് മെയ് 2 ഈ ഒരു തണ്ടർ ബേർഡ്സ് ഇറങ്ങും. എനിക്ക് തോന്നുന്നു ഇതൊരു ബാഡാസ് വില്ലൻ സിനിമയായിരിക്കും. പക്ഷേ ഇവർ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഒരു വില്ലൻ ടീം അപ്പം എന്നൊക്കെ പറഞ്ഞാണ് ഈ പടം ഇറക്കിയത്. പക്ഷേ ലാസ്റ്റ് വരുമ്പോൾ അവരൊരു ഹീറോ ആക്കുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഹീറോ ടീം ആക്കുന്നതാണ് നല്ലത്. കാരണം ഒരിക്കലും എന്താ പറയുക, നമ്മുടെ MCUലോട്ടൊരു വില്ലൻ ടീം കൊണ്ടുവരുന്നത് അത്ര നന്നായിരിക്കില്ല. പക്ഷേ നമ്മുടെ സൂസൈഡ് സ്ക്വാഡിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, ആ വില്ലൻ ടീം ആണെങ്കിൽ പോലും അവർ ഇങ്ങനെ എന്താ പറയുക, ഹീറോ ആയിട്ട് നമ്മുടെ ആൾക്കാരെ രക്ഷിക്കുന്നുണ്ട്, അതായത് കോമൺ സിവിലിയൻസിനെ രക്ഷിക്കുന്നുണ്ട്. ആ ഒരു ഇതായിരിക്കാം മാർവൽ, ആ ഒരു തിയറി ആയിരിക്കാം മാർവലോട് അഡാപ്റ്റ് ചെയ്യുന്നത്. അതായത് ഇവർ വില്ലൻസ് തന്നെയാവണം, പക്ഷേ ഇവർ എന്താ പറയുക ഹീറോസായിട്ട് നമ്മുടെ പബ്ലിക് അല്ലെങ്കിൽ സിവിലിയൻസിനെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമ്മുടെ സെൻട്രി ഞാൻ കൂടുതൽ പറയുന്നില്ല, പക്ഷേ സെൻട്രി മെൻ്റലി കുറച്ച് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ്. സോ സെൻട്രി വന്നിട്ട് കോമിക്സിൽ കുറച്ച് മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ്. സോ ആ ഒരു സംഭവം വന്നിട്ട് നമ്മുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് കോമിക് ഒറിജിനായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. സോ സെൻട്രിക്ക് വേണ്ടി ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. സെൻട്രി എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്ക് അറിയാം, പക്ഷേ സെൻട്രി വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ക്യാരക്ടേഴ്സ് ഇൻ മാർവലാണ്. മാർവലിൻ്റെ തന്നെ സൂപ്പർമാൻ ആണെന്ന് പറയാം. പക്ഷേ എന്താ പറയുക, ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സെൻട്രിക്ക് സൂപ്പർമാനെ വരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അത് സത്യമാണ്. അത് ഞാനൊരു DC ഫാനും കൂടെ തന്നെയാണ്, പക്ഷേ സത്യം അതാണ്. സോ എന്തൊക്കെ തന്നെയായാലും ഇത്രയൊക്കെയായിരുന്നു ഗൈസ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് മറ്റൊരു മാർവൽ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടാം. അത് സൂപ്പർ ഹീറോസ്.